പത്തനംതിട്ട ജില്ലയിലെ ഗുഹയിൽ നിന്നും നമുക്ക് പ്രസാദവും ചന്ദനവും ലഭിക്കുന്ന ശ്രീ ശങ്കരനാരായണ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തിലെ കർക്കിടകവാവ് തീർത്ഥാടനവും പിതൃബലി തർപ്പണവും ഇന്ന് രാവിലെ ആഗസ്റ്റ് 12 5 മണി മുതൽ ആരംഭിച്ചിരിക്കുന്നു. ത്രേതായുഗത്തോളം പഴക്കമുള്ള ക്ഷേത്രത്തിൽ വളരെ പണ്ടുകാലം മുതൽക്ക് തന്നെ ഭക്തർ പിതൃപൂജയ്ക്കും പിതൃബലിക്കും മറ്റും ഈ ക്ഷേത്രത്തെയായിരുന്നു തിരഞ്ഞെടുത്തു വന്നിരുന്നത്. രാവണ നിഗ്രഹത്തിന് ശേഷം സീതാദേവിയെയും കൊണ്ട് ശ്രീരാമചന്ദ്ര ലക്ഷ്മണകുമാരന്മാർ അയോധ്യയിലേക്ക് മടങ്ങുന്ന മാർഗമധ്യേ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അഗസ്ത്യ മുനിയും ശിഷ്യന്മാരും അവരുടെ അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുകയും എന്നാൽ തിടുക്കത്തിൽ അയോധ്യയിൽ എത്തേണ്ടതിനാൽ മുനിമാരുടെ ആതിഥ്യം സ്വീകരിക്കാതെ രാമലക്ഷ്മണകുമാരന്മാർ അയോധ്യയിലേക്ക് പോയി. ഇത് ദിവ്യശക്തിയാൽ മനസ്സിലാക്കിയ മുനിമാർ അടുത്തു കണ്ട മലയെടുത്ത് തങ്ങളുടെ പൂജാദ്രവ്യങ്ങൾ മറച്ചുവെച്ച് അയോധ്യയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ മുനിമാർ കണ്ടത് അകാലത്തിൽ മരണപ്പെട്ട ദശരഥ മഹാരാജാവിന് ബലിതർപ്പണം നടത്തുന്ന കുമാരന്മാരെയാണ്. തങ്ങളുടെ ആഗ്രഹം അറിയിച്ച മുനിമാർക്ക് ആകൽപകാലത്തോളം എൻ്റെ ഭക്തർ ആ പുണ്യസങ്കേതത്തിൽ കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം എത്തുമെന്നും തൻ്റെ പിതൃക്കൾക്ക് അവർ ബലിതർപ്പണം നടത്തുമെന്നും എനിക്കായി കരുതിവെച്ച പൂജാപുഷ്പങ്ങളും ചന്ദനവും അവർ സ്വീകരിച്ച് അവരുടെ പിതൃക്കൾക്ക് സായുജ്യം ലഭിക്കുമെന്നും തുച്ചുചേർത്ത പുരം തീർച്ചയപ്പുറമായി മാറുമെന്നും വരം നൽകി. അങ്ങനെ അന്നു മുതൽ കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം ഭക്തർ ഈ പുണ്യസങ്കേതത്തിൽ എത്തി പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി വരുന്നു. ക്ഷേത്രത്തിൻ്റെ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയും നമുക്ക് ഈ ക്ഷേത്രത്തിലെ ബലിതർപ്പണം നടത്തുന്ന ബലിത്തറയിലേക്കും പ്രസാദം ലഭിക്കുന്ന ആ ഗുഹാമുഖത്തേക്കും നമുക്ക് പോകാം. അത് ഏകദേശം ഒരു 10-300 അടി എങ്കിലും താഴ്ചയിലുള്ളൊരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ മിക്കവാറും ഉപദേവതകൾ ധാരാളമുണ്ട്. 4 സൈഡിലും ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, ഉപദേവത ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇങ്ങനെ ഇവിടുന്ന് താഴേന്ന് ഇറങ്ങി വരണം. ഇതിനൊരു കഠിനമായ ഒരു ക്ലിയർ ആയിട്ടുള്ള വഴികളൊന്നുമില്ല. നേരത്തെ ഇതിൽ റബ്ബർ തോട്ടമായിരുന്നു. ആ തോട്ടം ഇപ്പം വെട്ടിമുറിച്ച് കണ്ട് നമുക്കതിൽ ഇറങ്ങിപ്പോകാൻ വെച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമുക്ക് ഇറങ്ങിപ്പോയി താഴെ ചെന്നാൽ മാത്രമാണ് നമുക്ക് ബലിതർപ്പണത്തിന് സംവിധാനമുള്ളത്. ഇവിടെ യോഗാചാര്യൻ അതായത് എൻ്റെ വിധിപ്രകാരം ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾക്ക് ബലിതർപ്പണത്തിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇത് ഈ ഗുഹാമുഖത്തെ നമുക്ക് ചന്ദനം ലഭിക്കുന്നൊരു സ്ഥലം കൂടിയാണ്. ഇതിലെ നമ്മൾ അകത്തോട്ട് പോയാൽ മാത്രമേ നമുക്ക് ചന്ദനം വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ചന്ദനത്തിനായിട്ടുള്ള വാങ്ങാൻ നിൽക്കുന്ന ക്യൂ ആണ് കാണുന്നത്. ബലിതർപ്പണത്തിന് ശേഷം ഈ കുളത്തിൽ ഇറങ്ങി സ്നാനം ചെയ്യാറുണ്ട് നമ്മൾ. ഇത് എൻ്റെ ചെറിയ ഓർമ്മയുള്ള കാലത്ത് മുതൽ ഞാനിവിടെ വരുന്നതാണ്. ഈ അടുത്തുള്ള എല്ലാ ആളുകളും നമ്മളിവിടെ ലക്ഷോപലക്ഷം എന്നില്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ബലിതർപ്പണം നടത്തി പോകാറുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് പറയാൻ ഇന്ന് നമ്മുടെ MLA പഴകുളം മസാറ് വന്നിരുന്നു. ഈ കുളവും എൻ്റെ പരിസരവും ഒക്കെ കാണുകയും ചെയ്തു. ബലി അർപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള അതുമായിട്ടുള്ള ചോറും പൂക്കളെല്ലാം കുളത്തിലേക്ക് നിക്ഷേപിച്ച് കുളത്തിൽ കൈകാലുകൾ കഴുകി മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം നൽകുവാനുള്ള സംവിധാനങ്ങൾ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും വന്ന് അന്നദാനത്തിൽ പങ്കുചേർന്നു. അതുപോലെ തന്നെ നമ്മുടെ MLA അദ്ദേഹം വന്നു നമ്മുടെ ഈ ഇതിൽ പങ്കാളിയാകുകയും അന്നദാനം സ്വീകരിച്ച് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തോട് നമ്മുടെ പ്രസിഡൻ്റ് ക്ഷേത്രത്തിൻ്റെ പൗരാണികതയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോ. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താങ്ക് യു. മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഫണ്ടിന് അപേക്ഷിച്ചിട്ടുണ്ട്.